Hi children. We've done with the one component system and next we go on to the two component system. ഈ കേസിൽ നമുക്ക് ആ ഗിബ്സ് ഫേസ് റൂൾ വീണ്ടും നോക്കാം. We have F is equal to C minus P plus 2. Okay. ഈ കേസിൽ നമുക്ക് C is equal to 2. ആൻഡ് നമുക്കറിയാം ഒരു മിനിമം കേസ്, ഒരു മിനിമം ഇസ് വെൻ ഐ ഹാവ് പി ഇസ് ഈക്വൽ ടു വൺ ഫേസ് ആൻഡ് അപ്പോഴാണ് എനിക്ക് മാക്സിമം നമ്പർ ഓഫ് ഫ്രീഡം കിട്ടുള്ളൂ. ദാറ്റ് ഇസ് എഫിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് പി ലോവസ്റ്റ് വാല്യൂ ആവുമ്പോഴാണ്. ബിക്കോസ് സി നമ്മൾ ഓൾറെഡി 2 ആയിട്ട് സെറ്റ് ചെയ്തുള്ളൂ. സോ അത് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് 2 minus 1 plus 2, okay, which means that it is 3. Now 3 degrees of freedom, അതായത് നമുക്ക് 3 വേരിയബിൾസ് വേണം ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യണത്. ആ 3 വേരിയബിൾസ് ഏതാ? ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ കോമ്പണൻറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ 2 കോമ്പണൻറ്റ് ഉണ്ട് ഇവിടെ. സോ ഹിയർ അതിലേതെങ്കിലും ഒരെണ്ണം സ്പെസിഫൈ ചെയ്യാം, മറ്റേത് ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ് ആവും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, ഇഫ് യു വോണ്ട് ടു ഡിഫൈൻ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം യു നീഡ് 3 വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഫേസ് ഡയഗ്രാം, അതായത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോകുമ്പോൾ യു നീഡ് 3 കോർഡിനേറ്റ്സ്. നോക്കൂ, 3 വേരിയബിൾസ് ഇല്ലേ? അപ്പോൾ 3 കോർഡിനേറ്റ്സ് വിച്ച് ഷുഡ് ബി അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഇറ്റ് വിൽ ബി എ 3-dimensional plot or a 3D diagram ആണ് അല്ലേ? 3 വേരിയബിൾ ഉണ്ട്, അപ്പോൾ 3 വാല്യൂസ് മാറിക്കൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് സ്പേസ് മോഡൽസ് എന്നൊക്കെയാണ്, 3-dimensional ആണ്. ആൻഡ് ദിസ് ഇസ് ഡിഫിക്കൾട്ട്, അതായത് 3 വേരിയബിൾസിൻ്റെ ഒപ്പം പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ വി വിൽ ഫിക്സ് one of the one of the variables, അതായത് നമ്മൾ വി മേക്ക് ദാറ്റ് എ കോൺസ്റ്റൻറ്റ് വേരിയബിൾ. ജനറലി നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ നമ്മൾ ആ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കും. അതായത് ഒരു ഫിക്സ്ഡ് പ്രഷറിൽ നടത്തിയാൽ പോരെ ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ വെൻ യു ഡൂ ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ പ്രഷർ കോമ്പണൻറ്റ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു, വിച്ച് മീൻസ് ദാറ്റ് ദർ ആർ ഓൺലി 2 വേരിയബിൾസ് വിച്ച് ഇസ് ദ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. ആൻഡ് ഇത്തരത്തിൽ, അതായത് നമ്മൾ ഈ ഒരു കേസിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നത്, ജനറലി ഇതൊക്കെ ഒരു സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയാണ്. ഓക്കെ, അതായത് സോളിഡും ലിക്വിഡ് സ്റ്റേറ്റ് മാത്രമേ ഇവിടെ കാണാറുള്ളൂ. സോ ഈ ഒരു ഇത് വരുമ്പോൾ ദേ ആർ ആക്ച്വലി നോട്ട് എഫക്റ്റഡ് ബൈ പ്രഷർ. പ്രഷർ എഫക്റ്റ് ചെയ്യണത് ഉള്ളി ഗ്യാസസ് ആണ്. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ആണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഗ്യാസസ് ഇല്ല, ആ ഗേഷ്യസ് സ്റ്റേറ്റ് ഇല്ല അവിടെ. സോ പ്രഷറിൻ്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഇല്ല. ഓക്കെ, so because of that we can actually it's no problem here. And we generally നമ്മളൊരു 1 atmosphere പ്രഷറിലാണ് നമ്മളെല്ലാ എക്സ്പെരിമെൻറ്റ്സ് സെറ്റ് ചെയ്യണത്. ആൻഡ് ഇത്തരത്തിലുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ കണ്ടൻസ്ഡ് സിസ്റ്റം. ഈ വാക്ക് ചിലപ്പോൾ വാട്ട് ഈസ് എ കണ്ടൻസ്ഡ് സിസ്റ്റം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കണ്ടൻസ്ഡ് സിസ്റ്റം is nothing but a system in which the vapor phase is disregarded. Okay, and only the solid and liquid phases are considered. Now this is what we call a കണ്ടൻസ്ഡ് സിസ്റ്റം. അപ്പോൾ ഈ കണ്ടൻസ് സിസ്റ്റത്തിലെ പ്രഷർ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണോണ്ട് അതിൻ്റെ ഫേസ് റൂളിന്, ഗിബ്സ് ഫേസ് റൂളിന് ഒരു ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്തും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ റിഡ്യൂസ്ഡ് ഫേസ് റൂൾ ഇക്വേഷൻ. ഓക്കെ, ഓർ
കണ്ടൻസ്ഡ് ഫേസ് റൂൾ. ശ്രദ്ധിച്ചോളൂ, എപ്പോഴും ഈ റൂളല്ല, ഈ ഒരു 2 കോമ്പണന്റ് സിസ്റ്റത്തിൽ നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആയി വെക്കുമ്പോഴാണ് ഈ റിഡ്യൂസ്ഡ് ഫേസ് റൂൾ നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ദാറ്റ് ഈസ്, അതായത് ഒരു വേരിയബിൾ നമ്മൾ മാറ്റി നിർത്തിയല്ലോ, അപ്പോൾ നമ്മുടെ എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 അല്ല +1. ദിസ് ഇസ് ദ റിഡ്യൂസ്ഡ് ഫേസ് റൂൾ. ഓക്കെ, very important for you to know. Now, what are the different types of solid liquid equilibria that we know? Okay, നമ്മൾ ചില simple ones we will just discuss. Now, there are different solid liquid equilibria എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സോളിഡ് സ്റ്റേറ്റും അതിൻ്റെ ഒരു ലിക്വിഡ് സ്റ്റേറ്റും ആയിട്ടുള്ള 2 കോമ്പണൻസ്. ഓഫ് കോഴ്സ് വി ഹാവ് 2 കോമ്പണൻസ്. അവർ തമ്മിലുള്ള റിലേഷൻസ് വേർ ദർ ഇസ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഈ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയ എന്ന് പറയണത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് വി ഹാവ് ഇസ് ദ സിമ്പിൾ യൂട്ടറ്റിക് system. Please remember this word, simple eutectic system. So a simple eutectic system endana? It is simply a 2 component condensed 2 component condensed system. Okay, this is what we have as a simple eutectic system. And അതിൽ ഒരു വ്യത്യാസമുണ്ട്. ചുമ്മാ 2 component condensed system മാത്രമല്ല, അതിൽ ഈ കോമ്പണൻസിലെ ഈ 2 components do not form any compound. Let's say any compound with each other. Fine. And ഈ 2 components, these 2 components, okay, അവർ ടോട്ടലി ലിക്വിഡ് സ്റ്റേറ്റിൽ മിസിബിൾ ആണ്. ഇനി മിസിബിൾ എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ നോക്കിക്കോളൂ. അതായത് ഞാനിപ്പോൾ 2 സോളിഡ്സ്, യു ഹാവ് 1 solid here and you have another solid here. Okay, when it becomes liquid, ഞാനിത് ഒന്ന് ചൂടാക്കി ഇതിനെ ലിക്വിഡ് ആക്കുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ് ഇസ് യു വിൽ ഗെറ്റ് സംതിങ്, ദ ലിക്വിഡ് സ്റ്റേറ്റ് ഇസ് വെരി സെയിം. ഓക്കെ, ദാറ്റ് ഇസ് ഒറ്റ ലയിച്ചോളും. രണ്ടും സോളിഡായി നിൽക്കുമ്പോൾ വെവ്വേറെയായി നിൽക്കണു, പക്ഷെ ലിക്വിഡ് സ്റ്റേറ്റിൽ ആ ഒരു ഫേസ് ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണില്ല. ഓക്കെ, സോ കംപ്ലീറ്റ്ലി മിസ്സബിൾ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. ആൻഡ് യു ക്യാൻ വെൻ യു അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ മിസിബിൾ ആവുമ്പോൾ അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയണത്, അല്ലേ? ഒറ്റൊരു സിംഗിൾ സൊല്യൂഷനായിട്ട് വരുന്നു. ആ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് യു ആർ heating it at the solution so much that the solid our components will come out as crystals. Okay, our crystallization cheyumbo you will get the pure component or or an intimate, okay, it's called an intimate mixture, an intimate mixture of the two. And ഇതിനെയാണ് ഞാൻ യൂട്ടറ്റിക് എന്ന് പറയുന്നത്. ഹെൻസ് ദ നെയിം ആ യൂട്ടറ്റിക് സിസ്റ്റം. ഓക്കെ, ഇത്തരത്തിലുള്ള സിമ്പിൾ യൂട്ടറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ ഫോമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ആൻഡ് വി വിൽ ഗോ ഓൺ ടു ലെഡ് സിൽവർ സിസ്റ്റം. ഓക്കെ, സോ the phase diagram. So let me go to the simple eutectic or general idile varumbo how does it look like. So I have, okay, it's a 2-dimensional, ഞാൻ pressure constant ആക്കിയില്ലോ. So always you must remember ഇത്തരത്തിൽ ഇവിടെ P constant എന്ന് നമ്മളിവിടെ എഴുതും. And we keep the temperature on the y-axis and composition. Now
രണ്ട് എ ആൻഡ് ബി ആണ്. ഓക്കെ, ഈ എ ആൻഡ് ബി രണ്ടും മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ ഐ ക്യാൻ സേ ലൈക്ക് സപ്പോസ് ഐ ഹാവ് 10 grams. ഓക്കെ, ഐ ഹാവ് ടേക്കൺ 5 grams എ ആൻഡ് 5 grams ബി. So which means this particular composite mixture is a 50% A and 50% B. അല്ലേ? ഇനിയിപ്പോൾ ഞാൻ 7.5 എയും 2.5 ബി എടുത്താൽ what does that make? It is actually a 75% A and a 25% ബി. ഇപ്പം ഇതുപോലെ എനിക്ക് പല തരത്തിലെ കോമ്പിനേഷൻസ് ആണ്. അതാണ് നമ്മുടെ കോമ്പോസിഷൻ. ആൻഡ് ഈ എൻഡിൽ വി ഗോ ഫോർ 100% എ, വിച്ച് മീൻസ് ദർ ഇസ് 0% ബി. ഈ എൻഡിൽ 100% ബി, വിച്ച് മീൻസ് 0% എ. അപ്പം നേരെ നടുവിൽ എന്താ കിട്ടുക? 50% എ. ഇതൊന്ന് കുറച്ച് താഴെ എഴുതാം, എന്നാലേ എനിക്ക് നീറ്റായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ദിസ് ഇസ് 50% ബി. സോ ഇവിടെ നോക്കൂ, ഈ പോയിന്റ്, ഈ രണ്ട് പോയിന്റിൽ ഇവിടെ കൂടുതൽ 100% ബിൻ്റെ അടുത്താണ് ദിസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ദിസ് ഇസ് 25% എ. ഞാൻ എ ഫസ്റ്റ് ലൈൻ ആയിട്ട് എഴുതുകയാണ്, 75% ബി. അപ്പോൾ ഇതേതാ? 75% എ. 100ൻ്റെ അടുത്തേക്കല്ലേ, അപ്പോൾ 75 ആവും. 25% ബി. അപ്പം ഇമാതിരിയാണ് അതിൻ്റെ ആ എന്താ പറയുക, എക്സ് ആക്സിസ് ഇരിക്കുന്നത്. നൗ ഇവിടെ പറഞ്ഞ 100% എ. 100% എ ഞാൻ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ, അതായത് ഇവിടെ സോളിഡ് ആണ്, കൂട്ടി വരുമ്പോൾ ഇങ്ങനെ ദിസ് ഇസ് ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരില്ലേ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അത് ലിക്വിഡ് ആവും. സോ ദിസ് പോയിന്റ് ഇസ് ആക്ച്വലി ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മൈ എ. ഓക്കെ, അതേപോലെ 100% ബി. അപ്പോൾ ഇവിടെ എ ഇല്ല. ഓക്കെ, സോ ഹിയർ വാട്ട് ഡു യു ഗെറ്റ്? ദിസ് ഇസ് my melting point of B. Okay, now what happens when you add? അപ്പോൾ നോക്കൂ, ഈ പോയിന്റിന് ഞാൻ ലെറ്റ് മീ ഗോ ടു 75% എ ആൻഡ് 25% ബി. അപ്പോൾ അതായത് ഞാൻ ഒരു പെർഫെക്റ്റ് എ എടുത്തിട്ട് അതിൽ ലേശം ബി ഇട്ടു. You know, there is a thing, this thing that when you add a solute, okay, ഇതിപ്പോൾ you can take this 100% A as the solvent. Okay, കുറവുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സൊല്യൂട്ട് പറയണേ, കൂടുതലുള്ളതിനെയാണ് നമ്മൾ സോൾവെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ എയും ബിയും തമ്മിലൊന്ന് വ്യത്യാസപ്പെടുത്തുകയാണ് ഞാൻ. അപ്പോൾ 75% എ എന്ന് പറയുന്ന ഒരു സോൾവെൻറ്റ് സ്റ്റേറ്റ് ആണ്, ബിക്കോസ് അതല്ലേ ജാസ്തി ആയിട്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ സൊല്യൂട്ട് ബി. അപ്പോൾ അതിലിടുമ്പോൾ യു നോ വാട്ട് ഹാപ്പൻസ് ഇസ് ദർ ഇസ് എ depression in the freezing point. So what happens is pure melting point il na A lekku varumbo definitely it is less is the melting point. Angane poombo what you will see that it is reducing. Okay, and same thing B inna njan B pure ee case il ee B inde axis 100% നോക്കുമ്പോ ഇവിടെ നോക്കുമ്പോ this is B is the solvent. അപ്പോൾ A add ചെയ്യുമ്പോൾ solute add ചെയ്യുമ്പോൾ see it is coming as you are getting it as a depression. And what you will see is, I'll just draw for you how the phase diagram looks like. It is like this. Okay, അതായത് കർവിക്കലാണ്, നമ്മൾ സ്ട്രേറ്റ് ലൈൻ അല്ല, ചെറിയൊരു കർവ് പോലെ വരയ്ക്കണം. അതായത് ഈ ഭാഗത്ത് വന്നു, സോ ഐ ഹാവ് ദിസ് ലൈക്ക് എ കർവ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫ്രീ ഹാൻഡ്, ഇറ്റ് ഈസ് നോട്ട് എ ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ്. ഈ പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ഒരു ഇതാണ് ഫ്രീ ഹാൻഡ്. ഒരിക്കലും സ്കെയിൽ വെച്ചിട്ട് ഈ പോയിന്റ്സ് മുട്ടിക്കരുതെന്ന് നമ്മളെപ്പോഴും പറയും ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ. യു വിൽ ബി ഡൂയിങ് ദിസ് ഇൻ യുവർ ദിസ് ഇയർ. ഇപ്പോൾ 3rd സെമ്മിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലാണത്. സോ ഇവിടെ നൗ ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ടു ഡിഫൈൻ സ്ട്രേറ്റ് ലൈനൊക്കെയാണ് ഉദ്ദേശിച്ച് ഇവിടെ വരയ്ക്കണം കേട്ടോ. ഇതെൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഇതൊരു ലൈനാണ്. ഓക്കെ, സോ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ വാട്ട് ആം ഐ ഗെറ്റിംഗ് ഹിയർ? സോ ഈ നോക്കൂ, ഈ ലൈന്, ഈ കർവ്, അപ്പോൾ ലെറ്റ് മീ ഡ്രോ മേക്ക് ദിസ് ആസ് C. Okay, so A, B, C and let me call this as D dash. Okay, just for you to know certain things. Okay, ഇനി നമുക്ക് മറ്റേത് ഇതുപോലെ തന്നെ ഒന്നുമില്ല. You have to think of areas, you have to think of
curves or lines, and you have to think of points. എപ്പോഴും ആ അപ്രോച്ച് സെയിം ആണ്. ദിസ് ഇസ് വൺസ് യു ഹാവ് ദിസ് ഐഡിയ ഇൻ യുവർ ഹെഡ് യു വുഡ് ഹാവ് നോ പ്രോബ്ലം ടോക്കിംഗ് അബൌട്ട് ഫേസ്. അപ്പോൾ ഫേസിൻ്റെ ഈ പിള്ളേർക്കൊക്കെ എപ്പോഴും ഒരു ടെൻഷൻ വരുന്നത് അതുകൊണ്ടാണ്. അതായത് അയ്യോ അത് അയ്യോ ഒന്നുമില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് draw the face diagram, identify, you take the Gibbs face rule, identify the C, then you go for the minimum number of face, which is always 1 ആയിട്ട് എടുത്തിട്ട് maximum number of degrees of freedom കണ്ടുപിടിക്കുക. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുമ്പോൾ അതാണ് വേരിയബിൾസ് എന്ന് മനസ്സിലാവും. ആ വേരിയബിൾസ് അത്രയും എണ്ണം നമുക്കിങ്ങനെ വ്യത്യാസമായി മാറണു. അപ്പോൾ അത്രയും അവരെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഫേസ് ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഈ കേസിൽ 3 ഡയമെൻഷണൽ ആവണു. 3 ഡയമെൻഷണൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരെണ്ണത്തിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി. ആരത്? പ്രഷർ. അപ്പോൾ അതിനെയാണ് കണ്ടൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഗേഷ്യസ് അതായത് വേപ്പർ ഫേസ് നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യണം. അവിടുന്ന് വി ടോക്ക് അബൌട്ട് ദ കണ്ടൻസ്ഡ് ഫേസ് റൂൾ. ഓക്കെ, and then you try to draw the graph. ഒരു ജനറൽ സിസ്റ്റത്തിൻ്റെയാണ് ഞാൻ എടുത്തത്. സോ you just draw the graph and how it looks like, എന്നിട്ട് അവിടെ ഏരിയാസ്, curves and points. ഇത്രയേ ഉള്ളൂ. So simple. So let me go first for the curves. Okay, so yeah, so curve എന്ന് പറയുന്നത് നമുക്കുള്ളത് AC ഉണ്ട് ആൻഡ് BC ഉണ്ട്. Okay, we have 2 curves, AC and BC. This is what I want to first take. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ first I must, I forgot to define the areas. Sorry, I have to define the areas first. അതായത് നോക്കൂ, താഴെ ഞാൻ ഈ എയുടെ ഈ AC-യുടെ താഴെ നോക്കുകയാണ്. ഓക്കെ, അതായത് ഈ റീജൻ, ദിസ് റീജൻ, ഐ എം ലുക്കിംഗ് ഇൻ ടു ദാറ്റ് റീജൻ. AC-യുടെ താഴെ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ സോളിഡ് അല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കേസിൽ എന്താ വെച്ചാൽ സോളിഡ് എന്താ വെച്ചാൽ A പ്ലസ് ലിക്വിഡും ഉണ്ട്. അതായത് ഞാൻ ഒരു ലെറ്റ് മീ ടേക്ക് ദിസ് ഫോർ എക്സാമ്പിൾ, ഈ 75% A ആൻഡ് 25% B. അത് ഞാൻ ഒരു രണ്ട് സോളിഡാണെന്ന് വിചാരിക്കും. സോളിഡ് എടുത്തിട്ട് ആ ഒരു പ്രപ്പോർഷനിൽ എടുത്തിട്ട് ഞാൻ അത് ചൂടാക്കുകയാണ്. ചൂടാക്കി വരുമ്പോൾ എന്താ സംഭവിക്കണേ? ഈ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ മിക്സ്ചർ മെൽറ്റ്സ് ആൻഡ് യു വിൽ സീ ഇതിൻ്റെ മീതയ്ക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ടോട്ടൽ ലിക്വിഡ്. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ ദർ ഇസ് ഓൺലി 1 ഫേസ്. അപ്പോൾ ഇവിടെയൊക്കെ ലിക്വിഡാണ്. ACBയുടെ അബവ് ഇറ്റ് ഈസ് ഓൾ ടോട്ടലി ലിക്വിഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ ലെറ്റ് മീ സേ ദാറ്റ് ഞാനത് ഹീറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചു. ഓക്കെ, ലെറ്റ് മീ ടേക്ക് അനദർ കളർ. ഇവിടെ വരെ എത്തിച്ചു. എന്നിട്ട് അത് ഞാൻ സ്ലോലി കൂൾ ചെയ്യുക. അപ്പോൾ കൂൾ ചെയ്യുമ്പോൾ നോക്കൂ, ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു ഇവിടെ എത്തി. ഈ ലൈനിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ A എന്ന് പറഞ്ഞുള്ള സോളിഡ് കുറേശ്ശെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ലിക്വിഡ് ഉണ്ട്. അതായത് ഞാനൊരു ടെസ്റ്റ് ട്യൂബിൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലിക്വിഡായിട്ട് നിൽക്കുന്നതിൽ ഈ ലൈൻ AC-യുടെ താഴെ പോകുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ ദിസ് വിൽ സ്റ്റാർട്ട് കമ്മിങ് ഔട്ട്. അതായത് ക്രിസ്റ്റലൈസ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. സോ AC എന്ന് പറയുന്നത് ഇസ് ബേസിക്കലി ദ ഫ്രീസിങ് പോയിന്റ് curve of A. Freezing point curve of A. And what is BC? അപ്പോൾ ഇവിടെ നോക്കൂ, സെയിം തിങ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ 75% ബിയും ഇതും എടുക്കുമ്പോൾ ഇവിടെ വരെ എത്തി. ഇവിടെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ലിക്വിഡായിട്ട് രണ്ടുപേരും ഒറ്റ ഫേസിൽ ഒരു വ്യത്യാസം നമുക്കറിയില്ല. ഇതുപോലെ തന്നെ. അത് കഴിഞ്ഞ് ഈ പോയിന്റ് BCയിൽ എത്തുമ്പോൾ ഇവിടെ താഴെ വരുമ്പോൾ സോളിഡ് B പുറത്തേക്ക് വരും വിത്ത് ദ ലിക്വിഡ് അതുപോലെ ഇരിക്കും. ഫൈൻ. ദെൻ ആസ് യു കം ഡൗൺ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് C നോക്കൂ. ആ C-ൻ്റെ താഴെ, ഓക്കെ, ഈ C-ൻ്റെ താഴെ യു വിൽ സീ ദാറ്റ് ഒൺലി സോളിഡ് ഫേസ് എക്സിസ്റ്റ്. അതായത് BCD എന്ന് പറഞ്ഞ ഏരിയ, അതിൻ്റെ താഴെ ഒൺലി സോളിഡ് ഫേസ്, ഞാൻ എന്താണെന്നൊന്നും പറയില്ല. ഓക്കെ, സോളിഡ് ഫേസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് അവിടെ സോ ലെറ്റ് മീ ജസ്റ്റ് റൈറ്റ്. ഓക്കെ, ACB ൻ്റെ അബവ് only liquid phase.
Then ADC, avada solid A and liquid. Okay, then BCD dash, avada enda solid B and liquid. Okay, then I will go for DCD dash. Adinte thare, all I am going to right now say is only solid phase. Now, എന്താ ഇവിടെ വെച്ചാൽ ഈ പോയിന്റ് സി എത്തുമ്പോൾ, ഓക്കെ, ഇതിങ്ങനെ അങ്ങനെ വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഈ സിൻ്റെ പോയിന്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അറ്റ് പോയിന്റ്, ഐ ഡിഡ്ന്റ് റൈറ്റ് ഹിയർ ഫ്രീസിംഗ് പോയിന്റ് കർവ് ഓഫ് ബി ആണത് കേട്ടോ. നൗ വാട്ട് ഇസ് ദ ഈ പോയിന്റ് സിയുടെ എന്താണ്? ഓക്കെ, പോയിന്റ് സിയുടെ എന്താ വെച്ചാൽ സൊല്യൂഷൻ, ആ പോയിന്റ് സിൻ്റെ തൊട്ട് മീതെ അവിടെ സൊല്യൂഷൻ ആണുള്ളത്. സൊല്യൂഷൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് എ ആൻഡ് ബി. ഓക്കെ, സൊല്യൂഷൻ ഇസ് സാച്ചുറേറ്റഡ് വിത്ത് എ ആൻഡ് ബി. അതേ സമയത്ത് നോക്കൂ, അതിൻ്റെ ഇപ്പുറത്ത് ദർ ഇസ് എ സോളിഡ് എ, ഇപ്പുറത്തൊരു സോളിഡ് ബി ഉണ്ട് ഇല്ലേ? സോ വിച്ച് മീൻസ് ദർ ഇസ് സൊല്യൂഷൻ ഇസ് ദർ ഇസ് സോളിഡ് എ ആൻഡ് സോളിഡ് എ ആൻഡ് സോളിഡ് ബിയും ഉണ്ട്. അപ്പം ആ ഒരു പോയിന്റ് ഇതിൽ, അതായത് സിയിൽ ഐ ഹാവ് സൊല്യൂഷൻ 1, ഐ ഹാവ് സോളിഡ് എ 2 ആൻഡ് സോളിഡ് ബി. ഓക്കെ, ഈ 3 പേര് സൈമൾട്ടേനിയസ്ലി എക്സിസ്റ്റ് ചെയ്യണു. അതായത് ലെറ്റ് മീ ഗോ ഹിയർ ആൻഡ് ജസ്റ്റ് അപ്ലൈ ദ ഫേസ് റൂൾ. എഫ് ഇസ് ഈക്വൽ ടു C minus P plus 1 എടുക്കാവൂ, ബിക്കോസ് ഐ ഹവ് കെപ്റ്റ് മൈ പ്രഷർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ 2 മൈനസ് 3 ഫേസ് അല്ലേ, ഓരോ സോളിഡ് ഓരോ ഫേസ് ആണ്. അപ്പോൾ 1 2 സൊല്യൂഷൻ വേറൊരു ഫേസ്, മൈനസ് 3 പ്ലസ് 1. സോ ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു 0. ദാറ്റ് ഇസ്, ഇറ്റ് ഈസ് ഇൻവേരിയൻറ്റ്. ഓക്കെ, ഈ ഒരു ഇതിൽ ഇറ്റ് ഈസ് ഇൻവേരിയൻ്റ്. അതായത് എനിക്ക് ഇങ്ങനെ ഒരു 3 പേര് ഒന്നിച്ച്, ഇൻവേരിയൻറ്റിൻ്റെ ഉദ്ദേശം ഡിഗ്രി ഓഫ് ഫ്രീഡം 0 എന്ന് ഉദ്ദേശിക്കണേ ഈ ഒരു പൊസിഷനിൽ, അതായത് പോയിന്റ് സിയിൽ ഈ 3 പേരെ ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ഇതേ ഉള്ളൂ. വിച്ച് മീൻസ് അവിടെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി കോൾ ആസ് യൂട്ടറ്റിക് ടെമ്പറേച്ചർ. And there is a particular composition which is called the eutectic composition. Okay, and ഈ പോയിന്റിനെ വിളിക്കുന്നതാണ് യൂട്ടറ്റിക് പോയിന്റ്. നമ്മൾ അവിടെ ട്രിപ്പിൾ പോയിന്റ് പറയുന്ന പോലെ തന്നെ ഇവിടെ യൂട്ടറ്റിക് പോയിന്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ യൂട്ടറ്റിക് പോയിന്റിന് ഓരോ സിസ്റ്റത്തിന് ഒരു പെർട്ടിക്കുലർ യൂട്ടറ്റിക് പോയിന്റ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് എ സ്പെസിഫിക് എന്താ പറയുക കോമ്പോസിഷൻ. യൂട്ടറ്റിക്കിൻ്റെ അർത്ഥം ഗ്രീക്കിൽ പറയണത്, ഗ്രീക്ക് വേർഡാണ്. ഇറ്റ് മീൻസ് ഈസി മെൽറ്റിംഗ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, ഈസി മെൽറ്റിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഒരു ഡെഫിനീഷൻ ഉണ്ട് ഇവിടെ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഇതൊക്കെയാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കണം. ഈ 1 മാർക്കിന് 5 മാർക്കിന് ഈവൻ അപ് ടു യുവർ 10 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ യൂട്ടറ്റിക് പോയിന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഇറ്റ് ഈസ് ദ lowest temperature. Generally we talk about it like that. The lowest temperature at which a liquid phase can exist. നോക്കിക്കോളൂ, നമുക്ക് തിരിച്ചിവിടേക്ക് പോവാം. ഈ പോയിന്റ് സിൻ്റെ ലോവസ്റ്റ് ടെമ്പറേച്ചർ, അതിനെക്കാട്ടിലും താഴെ പോകുമ്പോൾ സോളിഡേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ DCDയുടെ താഴെ, DCD ഡാഷിൻ്റെ താഴെ സോളിഡേ ഉള്ളൂ. സോ ഹിയർ ദർ ഇസ് എ യൂട്ടറ്റിക് ഫോം. സോ ഈ ഭാഗത്ത്, അതായത് DC ഈ വശം ഞാനൊരു വര ഇവിടെ വരച്ചിട്ടുണ്ട്. ദിസ് ഇസ് മൈ യൂട്ടറ്റിക് കോമ്പോസിഷൻ. ഓക്കെ, ദിസ് ഇസ് വാട്ട് മൈ യൂട്ടറ്റിക് കോമ്പോസിഷൻ ഇസ്, ആൻഡ് ദിസ് ഇസ് മൈ യൂട്ടറ്റിക് ടെമ്പറേച്ചർ റീഡ് ചെയ്യേണ്ട ഭാഗമാണ് ഈ ഗ്രാഫിൽ നിന്ന്. ഓക്കെ, ആൻഡ് ഈ ഭാഗത്ത് ഐ ഹാവ് സോളിഡ് എ പ്ലസ് യൂട്ടറ്റിക്, ആൻഡ് ഇവിടെ ഐ ഹാവ്
solid B plus eutectic. Okay, very important ആണ് ഇത്. And so ഇതിൻ്റെ തൊട്ട് താഴെ there is no liquid. ഇതിൻ്റെ മുകളിലേ ലിക്വിഡ് ഉള്ളൂ. So that is why we say the point C is the eutectic point in where it is the lowest temperature at which a liquid phase can exist in equilibrium. കഴിഞ്ഞിട്ടില്ല. In equilibrium with the solid phase. അല്ലേ? Now ആ സോളിഡ് ഫേസിൽ ഏതൊക്കെയാണ് വിത്ത് സോളിഡ് A or B. Okay, so this is very important for you to remember about the point. Now let me go to the curve. Now curve as you go along the curve, actually you will see that there is a decrease in the freezing point. കണ്ടോ? ഇതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ താഴോട്ട് വരണു എന്ന് പറഞ്ഞാൽ ഈ let me take another color. ഇതാ ഇങ്ങനെ താഴോട്ട് പോകണു എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് കേസിൽ നോക്കൂ, താഴോട്ട് പോവല്ലേ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറയാണ്. നോക്കൂ ഈ വശത്തൊക്കെ നോക്കുമ്പോൾ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് എ ഓർ ബി. ഓക്കെ, ആസ് യു ആഡ്, അതായത് ഞാൻ എ സിയുടെ ഇതിൽ നോക്കുമ്പോൾ ആസ് യു ആർ ആഡിങ് ബി ആൻഡ് ബി, നോക്കൂ ഇങ്ങനെ പോകുമ്പോൾ ബീൻ്റെ അളവ് കൂടുകയാണ്. അളവ് കൂടി വരുമ്പോഴേക്കും എന്താ സംഭവിക്കണേ? ആ ഫ്രീസിങ് പോയിന്റ്, എയിൻ്റെ ഫ്രീസിങ് പോയിന്റിൻ്റെ ഇവിടെ ഇത്രയും ഉണ്ടെങ്കിൽ കുറഞ്ഞു വരുന്നു. അതേപോലെ ഈ കേസ് നമ്മൾ ബി സി നോക്കിക്കോളൂ. 100% ബി എടുത്തിട്ട് അതിൽ എ ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? എൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. അപ്പോൾ എയിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ this is what is it? There is a depression in freezing point. രണ്ട് കേസിൽ ഞാൻ നോക്കുമ്പോൾ both the curvesൻ്റെ കേസ് അവിടെ ആരൊക്കെയുണ്ട് നോക്കൂ. There is my liquid and there is one solid, only one solid. Okay, A or B. ഞാൻ രണ്ട് കേസ് ഒന്നിച്ച് ഞാൻ പറയാണ്. ഈ രണ്ട് കേസ് you can also say it like that. Okay, so which means my P is 2 here. ഇവിടെ ഞാനൊന്ന് ഫേസ് റൂൾ അപ്ലൈ ചെയ്യാം. F is equal to C minus P plus 1. C എൻ്റെ 2 കോമ്പണൻറ്റ് സിസ്റ്റമാണ്, രണ്ട് ഫേസ് ഉണ്ട്. +1 എന്ന് പറയുമ്പോൾ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഓൺലി 1. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇറ്റ് ഇസ് മോണോ, ഒന്ന് പറഞ്ഞാൽ മോണോ വേരിയൻറ്റ്, ഒരെണ്ണം വേരി ചെയ്യാം. അതായത് ഈ സോളിഡ്, ഏതെങ്കിലും ഒരു സോളിഡും ലിക്വിഡും ഒന്നിച്ച് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി കോമ്പോസിഷൻ ഫിക്സ് ആവും. ഞാൻ കോമ്പോസിഷൻ മാറ്റിക്കൊണ്ടിരുന്നാൽ ഇമ്മീഡിയറ്റ്ലി ടെമ്പറേച്ചർ ഫിക്സ് ആവും. I can show you how it goes. Okay, for that I'll have to remove some things. അല്ലെങ്കിൽ ഇത് കുറച്ച് ക്രൗഡിങ് കൂടിപ്പോയി അല്ലേ? അല്ലെങ്കിൽ so let me just draw the graph once more. So ഇങ്ങനെ വരുന്നു അല്ലേ? Now ഇതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോൾ എന്താ പറഞ്ഞേ? We were talking about the monovariant nature അല്ലേ? So let me take a point. Okay, let me take a point. അതായത് ഞാനൊരു പെർട്ടിക്കുലർ 100 എടുത്തു. ഓക്കെ, ഞാനൊരു ടെസ്റ്റ് ട്യൂബിൽ എ മാത്രം എടുത്തു. ദിസ് ഇസ് ഓൺലി എ. എന്നിട്ട് ഞാൻ ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ എന്താവുക? ഇത് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ലിക്വിഡായി. സോ ഇതാ ഇങ്ങനെ ടെമ്പറേച്ചർ കൂട്ടി വന്നു. ഇവിടെ കൂടിപ്പോയി. ഇപ്പോൾ ഇവിടെ ലിക്വിഡായിട്ടായിരിക്കണേ. അപ്പോൾ അതൊക്കെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂളിംഗ് നടത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ? സോളിഡായി. ഇവിടെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു ഐ വിൽ ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലെറ്റ് മീ സേ ഈ ടെമ്പറേച്ചറിലാണ് നിൽക്കണേ. ഐ എം ഗോയിങ് ടു ആഡ് ബി. ഓക്കെ, ഇതിലേക്ക് ഐ എം ഗോയിങ് ടു ആഡ് സം ബി. ഓക്കെ, അപ്പോൾ ബി ഉണ്ട് ഇവിടെ. ബി ഈ ഒരു ടെമ്പറേച്ചറിൽ ബിയും ലിക്വിഡാണ്. നോക്കൂ, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഇവിടെ. അപ്പോൾ ഈ ഇതിൽ അത് ലിക്വിഡാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഒരു നല്ല ലിക്വിഡായിട്ട് നിൽക്കുകയാണ് ഈ പോയിന്റിൽ. ഓക്കെ, നമുക്ക് ഒറ്റ ഫേസ്. ഇനി അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കൂളിയിക്കുകയാണ് ഈ ഒരു മിക്സ്ചർ. ഇതാ ഈ മിക്സ്ചറെ കൂളിയിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കൂൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐ എം ഗെറ്റിംഗ് എ
ഇറ്റ് ഈസ് അഗെയിൻ ലിക്വിഡ് തന്നെയാണ്. താഴെ 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 വന്ന് ഈ പോയിന്റിലെത്തി. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ എത്തുമ്പോൾ ഇറ്റ് ഈസ് ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് മൈ എ. അപ്പോൾ ഈ പോയിന്റിൽ എ പുറത്തേക്ക് വരാൻ തുടങ്ങും. സോ നെക്സ്റ്റ് നൗ ഞാൻ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടി. ഓക്കെ, സോ ടെമ്പറേച്ചർ കൂട്ടി എടുക്കുമ്പോൾ ഈ ഒരു കോമ്പോസിഷൻ്റെ ഇതിൽ ഇറ്റ് വിൽ ബിക്കം ലിക്വിഡ് അഗെയിൻ. നൗ ലെറ്റ് മീ ആഡ് സം മോർ ബി ഞാൻ ആഡ് ചെയ്തപ്പോൾ അതായത് ഈ പോയിന്റ് ഇവിടേക്ക് നീങ്ങി അല്ലേ? ഉടനെ കണ്ടോ അതായത് ഈ പോയിന്റിൽ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ ഈ ഒരു ടെമ്പറേച്ചറിൽ പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ എയും ലിക്വിഡും ഒന്നിച്ച് നിൽക്കണം. സോളിഡ് എയും ലിക്വിഡും ഒന്നിച്ച് നിൽക്കണം. ഞാൻ അതിലേക്ക് കൂടുതൽ ബി ആഡ് ചെയ്തപ്പോൾ കോമ്പോസിഷൻ മാറിയില്ലേ? ഇവിടേക്ക് എത്തിയില്ലേ? അപ്പോൾ വീണ്ടും ലിക്വിഡായി. സോ കണ്ടോ, രണ്ടുപേരും ഒന്നിച്ച് ഇതാവുമ്പോൾ ഇമ്മീഡിയറ്റ്ലി സോ ദിസ് ഇസ് വാട്ട് ഐ മീൻ ടു സേ ദാറ്റ് കോമ്പോസിഷൻ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന ആ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്തു പോണു. ടെമ്പറേച്ചർ ഞാൻ മാറ്റിക്കൊണ്ടിരുന്ന വാട്ട് യു വിൽ സീ ഇസ് ദാറ്റ് ദ കോമ്പോസിഷൻ വിൽ ഗെറ്റ് ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ്. Okay, so this is what the monovariant. Now let me go for the areas. Areas എന്ന് പറഞ്ഞാൽ അവിടെ നോക്കൂ, ഇവിടെ ഹോമോജീനിയസ് ലിക്വിഡ് സ്റ്റേറ്റ് മാത്രം, ഹോമോജീനിയസ് ആണ്. അപ്പോൾ ആ കേസിൽ again f is equal to c minus p plus 1 ഇത് ചെയ്യുമ്പോൾ 2 minus 1 plus 1 2 it is bivariant. അതായത് രണ്ടും കോമ്പോസിഷനും ഇതും ഒരു പെർട്ടിക്കുലർ ആ പോയിന്റ് എത്തണ വരെ ഞാൻ ടെമ്പറേച്ചർ ഒരേ ഒരു ടെമ്പറേച്ചറിൽ എനിക്ക് പല കോമ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യാം. ഒരേ ഒരു കോമ്പോസിഷന് എനിക്ക് പല ടെമ്പറേച്ചേഴ്സിലേക്ക് നീക്കാം ടിൽ യു റീച്ച് ദിസ് സി ബി. ഈ ഏരിയ ഈ കർവിൻ്റെ അതായത് എ സി ബിയുടെ മീതെ നമുക്ക് രണ്ടും വേരി ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, രണ്ടുപേരും ഒന്നിച്ച് എക്സിസ്റ്റ് ചെയ്തോളും. ആൻഡ് ദാറ്റ് ഇസ് വൈ രണ്ടുപേരല്ല, സോറി, വൺ ഫേസ്, ഇറ്റ്സ് ഓൺലി വൺ ഫേസ്. ഇറ്റ് ഇസ് ദാറ്റ് ഇസ് വൈ വി സേ ഇറ്റ് ഇസ് ബൈ variant. അപ്പോൾ above the system. Okay, now let me talk about the area below the line DCD'. അവിടെ നമുക്ക് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഇസ് ബിലോ ദാറ്റ് ഐ ഹാവ് എ സോളിഡ്, ടു സോളിഡ്, ഐദർ എ ഓർ ബി, ആൻഡ് ഐ ഹാവ് സംതിങ് കോൾഡ് ദ യൂട്ടറ്റിക്. ഓക്കെ, ഈ യൂട്ടറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മിക്സ്ചറാണ്. ഓക്കെ, ഒരു ഡെഫിനറ്റ് കോമ്പോസിഷൻ ഉള്ള ഒരു മിക്സ്ചറാണ്. ഇറ്റ് ഈസ് എ യൂട്ടറ്റിക് ഇസ് നത്തിങ് but a definite composition mixture having a sharp melting point. Okay, ഇതാണ് നമ്മുടെ ഡെഫിനേഷൻ ഓഫ് യൂട്ടറ്റിക്. എപ്പോഴും ഒരു ചോദ്യമുണ്ട്, ഇസ് യൂട്ടറ്റിക് എ കമ്പൗണ്ട്? വി സേ നോ, യൂട്ടറ്റിക് ഇസ് നോട്ട് എ കമ്പൗണ്ട്. കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടിയിട്ട് ഒരു എന്തോ AB2ഓ അല്ലെങ്കിൽ A2Bയോ അല്ലെങ്കിൽ AB എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു സാധനം ഉണ്ടാവണം. ഇത് അങ്ങനെയല്ല. എയും ബിയും അതിൻ്റെ ഐഡൻറ്റിറ്റി റീറ്റെയിൻ ചെയ്ത് പക്ഷെ ഒരു പ്രത്യേക കോമ്പോസിഷനിലാണ്, ഒരു പ്രത്യേക മിക്സ്ചർ ഒരു അളവിലാണ് അവർ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെ യൂട്ടറ്റിക് എന്നുള്ളൊരു വാക്ക് പറയാൻ. ആൻഡ് ദാറ്റ് ഇസ് വൈ ഈസി മെൽറ്റിംഗ് എന്നൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ് അതിനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കെമിക്കൽ ഫോമിലായിട്ട് നമുക്കത് നോക്കാം പറ്റില്ല. ആൻഡ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ റേഷ്യോ പ്രഷർ മാറുന്നതോറും മാറുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ശരിക്കും ഒരു ക്രിസ്റ്റലോഗ്രഫിയിൽ പോയി നമ്മളൊരു എക്സ്റേ എക്സാമിനേഷൻ ഒക്കെ നോക്കുമ്പോൾ യു വിൽ സീ ആക്ച്വലി 2 different types of crystals there. ഇതൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് നോക്കുമ്പോൾ എ ആൻഡ് ബി അത് അവരുടെ ഐഡൻറ്റിറ്റി റീറ്റെയിൻ ചെയ്ത് വരുന്നതാണ്. സോ ലെറ്റ് മീ ഗോ ബാക്ക് ടു ദാറ്റ് ഈ ഒരു ഭാഗം, അതായത് ഈ താഴെയുള്ള ഏരിയ, ഈ ഏരിയയിൽ. ഓക്കെ, അവിടെ ഒന്നെങ്കിൽ സോളിഡ് എ ഓർ ബി ആൻഡ് ദ യൂട്ടറ്റിക്, വിച്ച് മീൻസ് ദാറ്റ് ഐ ഹാവ് 2 phases there. സോ എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1 എടുക്കുമ്പോൾ 2 minus 2 plus 1, it is 1 and it is monovariant. Okay, so what you will see is that below the line
D ഡാഷിൽ you will have two solid phase existing and that is a monovariant system. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഏരിയ ഉണ്ട് ACD അല്ലേ, അവിടെ ACDയും BCDയും, അതായത് ഈ ഏരിയയും ഈ ഏരിയയും അല്ലേ, അവിടെയും കൂടി നമുക്കൊന്ന് നോക്കാം. ഹിയർ ഓൾസോ സിമ്പിൾ, അവിടെ ആരാളുടെ ലിക്വിഡ് ഒരു ഫേസും പ്ലസ് ദ സോളിഡ്. So if you take same way F is equal to C minus P plus 1 രണ്ട് ആണ് ഇവിടെ ഉള്ളത്, and there also it is monovariant, അതായത് only one of the your variables can vary. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടു കോമ്പണൻറ്റ് സിസ്റ്റത്തിനെ ജനറലി നമ്മൾ നോക്കുമ്പോൾ. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ I will talk about the lead silver system. Okay, thank you.